അത് മൗലവി എന്നൊന്ന് വായിക്കട്ടോ. എന്ത്? നബിയുടെ രക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്ന ശുപാർശയാണ് സലാത്ത് എന്ന അൽമനാറിന്റെ വാചകം മൗലവിനെ കൊണ്ടില്ലെന്ന് വായിപ്പിച്ചാളാ. ഇങ്ങനെയുള്ള റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത്? പാപികളും പാപങ്ങളും അത്രേ. അപ്പൊ അൽമനാറിൽ എന്താ ഉള്ളത്? ഞാൻ വായിച്ചതിൽ കളവാ. അൽമനാറിൽ എന്താ ഉള്ളത്? ഇങ്ങനെയുള്ള റസൂലിന് രക്ഷക്കും ഗുണത്തിനും രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത്? ഇപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ശുപാർശയാണെന്ന് അൽമനാറിലുള്ളത്. അത് അയാളെ നാവുകൊണ്ടിനെ വായിപ്പിച്ചതാ ഇപ്പൊ കേട്ടത്. ഇനി മൂപ്പര് ഈ അൽമനാറിലെ വാചകം ഞാൻ വായിച്ചിട്ട് പ്രസംഗിച്ചതിനെ ഗണ്ണിക്കുന്ന ഒരു വാചകൻ. ആ ഗണ്ണിക്കുന്ന വാചകത്തിൽ മൂപ്പര് പറയാ, അവസാനം മുറിച്ചെടുത്തിട്ടാ തെറ്റിദ്ധരിപ്പിക്കുന്നത്, അത് നിങ്ങൾക്ക് കേൾക്കണോ അൽമനാറിൽ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മൂപ്പരുണ്ട് അതൊന്ന് വായിക്കുന്നേ. അത് വായിക്കുന്നത് നിങ്ങളൊന്ന് ശരിക്ക് കണ്ടോളി. ഞാൻ സ്ക്രീനിലങ്ങ് വെച്ച് തരാം. അൽമനാറ് വായിക്കുമ്പോ എത്ര സ്ഥലത്താ കക്കുന്നത്, കട്ടത് എത്ര സ്ഥലത്താണ് എന്ന് ശരിക്കൊന്നങ്ങ് മനസ്സിലായിക്കോളി. നിങ്ങൾക്ക് അപ്പൊ കാണാൻ സാധിക്കും മൂപ്പര് തികഞ്ഞോ എന്ന് പറഞ്ഞ അധ്യായത്തിൽ നിന്ന് തുടങ്ങി വായിക്കാണ്. അതിന്റെ ആദ്യത്തെ 5 വരി കട്ടു, ശേഷം 10 വരി വായിച്ചു, 15 വരി കട്ടു, 7 വരി വായിച്ചു, 3 വരി കട്ടു, 4 വരി വായിച്ചു, 15 വരി കട്ടു, 4 വരി വായിച്ചു, 5 വരി കട്ടു. അങ്ങനെയാ വായിക്കുന്നത്. അതൊന്ന് ശരിക്കും നോക്കോളി. വായിക്കുമ്പോ കക്കുന്നത് ശരിക്ക് കാണാം. എന്നിട്ട് ആരാ വെട്ടിമുറിച്ചത്, ആരാ കട്ടത് എന്ന് ശരിക്കൊന്ന് നോക്കോളി. അതിന് തന്നെയാണ് സലാത്തിന്റെ ഗുണങ്ങളും സലഫിയുടെ നുണകളും. ശരിക്കൊന്ന് കണ്ടോളി. ഒന്ന് വെച്ചു കൊടുത്താൽ മൗലവിന്റെ വായനയൊന്ന് വെച്ചു കൊടുക്ക്. അതോടുകൂടി ആൽമനാർ ഒന്ന് വെച്ചു കൊടുക്കും. നിലക്ക് എന്ന് കള്ളം പറയുകയല്ലേ. എന്നിട്ട് അവര് പറയുന്നത് എന്താണെന്നോ, അൽമനാറിലുണ്ട് പോലും. എന്താ അൽമനാറിൽ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത് എന്ന് ഒരു ലേഖനത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ചിരിക്കുകയാണ്. എന്താണ് ആ അൽമനാറിൽ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം. ഈ ലേഖനത്തിന്റെ അവസാനത്തിന്റെ തൊട്ട് മുമ്പ് കാണാം. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ലോകത്ത് ഒരാളെ സ്വർഗത്തിൽ പോവുമെങ്കിൽ അത് താനായിരിക്കുമെന്ന് അവിടുന്ന് അവിടെ തന്നെ ആദ്യ ഭാഗം കേട്ടു. സലാത്തിന്റെ തികഞ്ഞോന്നറിയ ഹെഡിങ് ആണത്. അതിനെ പറഞ്ഞെങ്ങനെയാ അറിയോ? അതിന്റെ ആദ്യത്തിൽ കാണാം, അവസാനത്തിന്റെ മുന്നിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ആദ്യം തന്നെ ഇത് തികഞ്ഞോ എന്ന ഹെഡിങ്ങിലുള്ളതാ വായിക്കുന്നത്. അതിന്റെ ആദ്യത്തെ 5 വരി കട്ട്. അതായത് 5 വരി സലാത്ത് പ്രാർത്ഥനയാണെന്ന് വ്യക്തം. ഇനിയൊരു പ്രശ്നം, നബിക്കു രക്ഷയും അനുഗ്രഹവും കരുണയും ഉണ്ടാകാം എന്നല്ലേ സലാത്ത്. അത് വായിച്ചാൽ ആൾക്കാർക്കൊന്നും അങ്ങനെയല്ലല്ലോ സലാത്ത് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ. അപ്പൊ അത് മൂപ്പര് ആദ്യം 5 വരി കട്ട്. ഉദ്ഘാടനം തന്നെ കട്ടിട്ടാ. അപ്പൊ 5 വരി അവിടെ കട്ട്. ആ 5 വരി കട്ടതിന്റെ ശേഷം കുറച്ച് അയാൾ വായിക്കാണ്. ആ വായിക്കുന്ന 10 വരിയാണ് നിങ്ങൾ കേൾക്കുന്നത്. അത് ശരിക്കും നോക്കിയാൽ കാണാം. കട്ടതും അയാൾ വായിക്കുന്നു. ഒന്ന് വെച്ചെടുത്തവനെ അത് ഇങ്ങോട്ട് കട്ട് വായിക്കാൻ. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ലോകത്ത് ഒരാളെ സ്വർഗത്തിൽ പോവുമെങ്കിൽ അത് താനായിരിക്കുമെന്ന് അവിടുന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. സകലതും അവിടുത്തേക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത്? പാപികളും പാപങ്ങളും അത്രേ നാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു. ആദ്യമായി നാം രക്ഷപ്പെടണം, എങ്കിലേ നമ്മുടെ സ്വലാത്ത് സ്വീകാര്യമാകൂ. രക്ഷപ്പെടാത്തവരുടെ രക്ഷാപ്രാർത്ഥന പാഴ്വേലയാണ്. നമ്മുടെ രക്ഷക്കായി എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സലാത്ത് കൊണ്ടുള്ള ഗുണം. പിന്നെയോ റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുമുണ്ട് എന്നിങ്ങനെ അൽമനാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിയിലത്തെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടാ തെറ്റിദ്ധരിപ്പിച്ചത്. നബിക്ക് പരലോകരക്ഷൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇവരെ വിശ്വാസം. ഇനി ഇവർ ചോദിച്ചിട്ട് വേണം പോലും എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എത്ര സ്ഥലത്താ മൂപ്പര് കട്ട്. എന്നിട്ട് ഞാൻ നേരത്തെ എനിക്ക് വായിച്ചു കേൾപ്പിച്ചാണ്. ഈ കട്ടിട്ട് മൂപ്പര് അവസാനം ഒരു ചോദ്യം, എന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അത് മൂപ്പരോട് ഞാൻ ചോദിക്കുന്നത്. എന്തിനായി തെറ്റിദ്ധരിപ്പിക്കുന്നത്? മൂപ്പരോട് എന്നെ ചോദിക്കുന്നത്. എന്നാ നിങ്ങൾക്ക് അതിൽ ഇടയ്ക്ക് ചങ്ങാതി നടത്തിയൊരു ദുർവ്യാഖ്യാനം ശ്രദ്ധിച്ചില്ല.
അതറിയോ? അത് നല്ല രസമല്ലേ? അതറിയോ? മൂപ്പരയില് വായിച്ചു. എന്താ വായിച്ചത്? അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, കണ്ട സലാത്ത് എന്നോടുള്ള ഗുണം ഞമ്മക്കാണ് അൽമനാർ തന്നെ ഉണ്ട്. എന്നാ അൽമനാറിലുള്ള എന്താണ്? അൽമനാറിലുള്ളത് നബിക്ക് സലാത്ത് അല്ല വേണ്ടത്, ഞമ്മക്ക് വേണ്ടി ദ്വാരക്കാ വേണ്ടത്. നമ്മക്ക് ദ്വാരനാലുള്ള ഒന്നാമത്തെ ഗുണം ഞമ്മക്കാണ്. ഞമ്മക്ക് വേണ്ടി ദ്വാരനാലുള്ള ഗുണം ഞമ്മക്കാണ് ഉള്ളത്. സലാത്തില്ല ഗുണമൊന്നല്ല. മൂപ്പരൻ ചെയ്തു ദ്വാര ചെയ്താനുള്ള ഗുണം ഞമ്മക്കാണ് അൽമനാർ പറഞ്ഞതിനെ പറ്റി മൂപ്പര വകയിൽ ഒരു വിശദീകരണം. കണ്ടോ, സലാത്തില്ല ഗുണം ഞമ്മക്കാണ് അൽമനാറിലുണ്ട്. അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താൽ ഒന്നുകൂടി എന്നാലേ മനസ്സിലാവുള്ളൂ ആ ദുർവ്യാഖ്യാനം. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സലാത്ത് കൊണ്ടുള്ള ഗുണം. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സലാത്ത് കൊണ്ടുള്ള ഗുണം. മനസ്സിലായില്ലേ? ഇതാണ് സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന. അന്ത്യനാളാവുമ്പോ കബളിപ്പിക്കുന്ന ഒരു കൂട്ടര് വരും. വായിച്ചതൊന്ന്, പറയുന്നത് മറ്റൊന്ന്. എത്ര വ്യക്താണത്? നമ്മക്ക് വേണ്ടി എന്താ എഴുതിയത്? ആദ്യമായി നാം രക്ഷപ്പെടണം, എങ്കിലേ നമ്മളെ സലാത്ത് സ്വീകാര്യമാവും. രക്ഷപ്പെടാത്തവരുടെ രക്ഷാപ്രാർത്ഥന പഴവേലയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതിയെന്താ? നമ്മുടെ രക്ഷയ്ക്ക് ആയി എത്രയും എത്രയും ദുആ ചെയ്യണം. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്ക് കാണുന്ന. അതിന് മൂപ്പരൻ ചെയ്തോടെ മൂപ്പർക്ക് മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്തില്ല നമുക്ക് ഗുണം കിട്ടാനാണ്. ആ ആശയം തന്നെയാണ് മുജാഹിദിനുള്ളത് എന്ന് നാദാപുരത്തൊന്ന് വെറ്റി തീർക്കാണ്, എനിക്ക് സുന്നികളെ പറ്റിക്കാൻ വേണ്ടി. അതിന് മൂപ്പരാണ് എന്ത് ചെയ്തു? അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരാ ലമീർ എന്താ സലാത്തോടുള്ള ഗുണം നമ്മക്കാണ് അൽമനാറിലുണ്ട്. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സലാത്ത് കൊണ്ടുള്ള ഗുണം. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സലാത്ത് കൊണ്ടുള്ള ഗുണം. ഇത്ര നുണ പറയുന്നൊരു മൗലവി. ശേഷം രണ്ടാമതായി നാം ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നോ അവർക്കുമാണ് അത് മൂപ്പര് കട്ടിട്ടുണ്ട്. ആ ഭാഗം മൂപ്പര് കട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് അത് നബിക്ക് രണ്ടാമതാ കിട്ടിയ നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാല് നബിക്കും അതിന്റെ ഗുണം കിട്ടും. കാരണം നമ്മളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് നമ്മൾ നന്നായാലും നബിക്ക് നമ്മളെ ശുപാർശ സ്വീകരിക്കപ്പെടുമല്ലോ. ഇത് മൂപ്പര് കട്ടുവെച്ചു. എന്നിട്ട് അതിന്റെ ശേഷം മൂപ്പര് എന്ത് ചെയ്തു? 4 വരി വായിച്ചു. ആ 4 വരി മൂപ്പര് വായിച്ചതോടുകൂടി ആദ്യം വായിച്ച ദുർവ്യാഖ്യാനം ആകെ വെള്ളത്തിലായി. അതൊന്ന് കേട്ടോളി. അതെന്താണെന്നറിയോ? മൂപ്പര് പറയുന്നത് റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നിട്ടുമുണ്ട്. നേരത്തെ പറഞ്ഞ സലാത്തിനെ പറ്റിയാണ് പിന്നെ ഇത് പറയേണ്ടിയുണ്ടോ? ഒന്നാമതായി ഗുണം ഞമ്മക്കാണ് എന്ന് പറഞ്ഞത് സലാത്തിനെ കുറിച്ചാണെങ്കിൽ സലാത്ത് കൊണ്ട് നമുക്ക് കൂടി ഗുണം കിട്ടും എന്ന് പറയേണ്ടിയുണ്ടോ? ഒന്നാമതായി ഞമ്മക്കാന്ന് മേലെ വരി പറഞ്ഞില്ലേ, പിന്നെ ഇത് പറയേണ്ടിയുണ്ടോ? അതൊന്ന് വെച്ചുകൊടുത്ത പോലെ. പിന്നെയോ റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുമുണ്ട് എന്നിങ്ങനെ അൽമനാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിയിലത്തെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടാ തെറ്റിദ്ധരിപ്പിച്ചത് നബിക്ക് പരലോക രക്ഷയൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. ഇനി ഇവര് ചോദിച്ചിട്ട് വേണം പോലും. അതിന്റെ അപ്പുറം ഇപ്പുറം മുറിച്ചിട്ടാൻ വായിച്ചു. ഈ അടിയിൽ മാത്രമല്ല, മൂപ്പര് അടിയിലും മുറിച്ചിട്ടും തലയിലും മുറിച്ചിട്ടും. എന്നിട്ട് പറഞ്ഞതോ റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. ആദ്യം പറഞ്ഞ സലാത്തുള്ള ഒന്നാമത്തെ ഗുണം ഞമ്മക്കാണെന്നാ പറഞ്ഞതെങ്കിൽ പിന്നെ ഇതുകൊണ്ട് നമുക്ക് കൂടി ഗുണം കിട്ടുമെന്ന് പറയേണ്ടിയുണ്ടോ? ആദ്യം പറഞ്ഞ തന്നെ പോലെ. എന്ന് മാത്രമല്ല രണ്ടാമത് പറയേണ്ട ചാൻസ് തന്നെ വരും അവിടെ. പക്ഷെ മൗലവിക്കുണ്ടോ അത് ചിന്തിക്കാനുള്ള ബുദ്ധി. ഇനി പോട്ടെ. അപ്പൊ മൂപ്പരപ്പറഞ്ഞ് അവിടെ പാളിപ്പോയി. അതുകൊണ്ട് മൗലവി മുജാഹിദീങ്ങളോട് ഞാൻ പറയുന്നേ, നിങ്ങൾ ഈ മൗലവീനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗലവീനോട് ചോദിക്കേ, ആ അൽമനാറില് പറഞ്ഞ ആ ലേഖനം സലാത്ത് എന്ന് കേൾക്കുമ്പോൾ ഏറെയും മനസ്സിൽ വരുന്നത് പാട്ടാണ്, അതും മിക്കപ്പോഴും അടുക്കും ചിട്ടയും വ്യാകരണവും ധരിച്ച പാട്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ആ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ മൗലവിക്ക് ധൈര്യമുണ്ടോ?
ഒന്ന്. രണ്ടാമതായി ഞാൻ ചോദിക്കുന്നു, നമുക്കാണ് ഗുണം എന്ന് പറഞ്ഞു, അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ് എന്ന് പറഞ്ഞത് സലാത്തിനെ സംബന്ധിച്ചാണ് എന്ന് മൗലവിക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ദുർവ്യാഖ്യാനം ചെയ്യുന്ന മൗലവിക്ക് അത് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ഈ രണ്ട് കാര്യത്തിന് മറുപടി ഉണ്ടോ എന്ന് മൗലവിമാരോട് മുജാഹിദീങ്ങൾ പോയി ചോദിക്കട്ടെ. ഇനി കേട്ടോളി, മൂപ്പരെന്താ വിചാരിച്ചറിയോ? അൽമനാറിൽ ഈ ലേഖനം വന്നിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാത്ത് ഇല്ലാതെയാക്കാൻ സർവ്വ ദുർവ്യാഖ്യാനവും സർവ്വ തോന്നിവാസവും സുഹൈർ തുങ്കത്തരുടെ ലേഖനം അത് ഞാൻ എടുത്തുദ്ധരിച്ചിട്ട് മറുപടി പറഞ്ഞപ്പോ മൂപ്പര ധാരണ ഇരുമ്പലൊക്കെ വിരിഞ്ഞാല് ചുക്കുവെള്ളം കുടിച്ചാൽ അതങ്ങ് ദഹിച്ചു പോകുന്ന, അതിന് മൂപ്പര് ചുക്കുവെള്ളം കുടിച്ചു നോക്കിയായത്. ഇനി മൂപ്പര് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന്. മൂപ്പരോട് തന്നെ ആയിരിക്കും എന്ന് വെച്ചു കൊടുത്താവനെ. എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നെ നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി